Hello friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺസ്ക്രീനെ കുറിച്ച്, സൺ അലർജീസിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ സൺസ്ക്രീനെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല, കാരണം സൺസ്ക്രീനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഉണ്ട്. ഞാനും കൂടെ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. നമുക്ക് സൺ അലർജീനെ കുറിച്ച് പറയാം. ഞാനൊരു സൺ അലർജി ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ സൺ അലർജി ഇല്ല, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഓക്കെ ഇത് പറയുമ്പോൾ അവർ ഇതുവരെ കാണാത്ത പോലെയാണ് എന്നെ നോക്കുന്നത്. അപ്പം ഒരുപാട് പേർക്ക് ഇത് അറിയില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾക്കാണ് ഇതുകൊണ്ടൊരു ഉപയോഗം കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം അല്ലേ. സൺ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ UV റേസ് നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പം അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അലർജികളൊക്കെ ഉണ്ടാകുന്നത്, ഇപ്പോൾ സ്കിൻ അലർജീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിപ്പോൾ എനിക്കുണ്ടാകുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾക്കാർ, ഇപ്പം മറ്റുള്ള സ്കിൻ ടൈപ്പിലുള്ളവർക്കൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഓരോരുത്തർക്കും ഓരോരോ മാതിരിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പം ചിലർക്ക് റെഡ് കളർ മാത്രമായിരിക്കും, ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് അങ്ങനെ വൈറ്റ് ഇങ്ങനെ വെള്ള പാട് പോലെ വരിക, അങ്ങനെയായിരിക്കും. ചിലർക്ക് ചുണങ്ങ് പോലെ വരിക, ചിലർക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പോകുന്ന പോലെ അവിടെ ഭയങ്കര ബ്ലാക്ക് കളറാവുക, അങ്ങനത്തെ ഓരോരോ മാതിരിയൊക്കെ വരാം കേട്ടോ. ഇപ്പം ഇത് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മരുന്ന് യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഡിസിൻ നമ്മളെടുത്തു, ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്സ് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ അലർജി വരാം. വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കര ബ്ലാക്ക് കളറാവും, എവിടെയെങ്കിലും സ്കിന്നിൻ്റെ എവിടെയെങ്കിലും ഭയങ്കര ബ്ലാക്ക് കളറായിട്ട് മാറുക, അങ്ങനെ വരാം. അതും അല്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത്, എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ കുങ്കുമം തൊട്ടിട്ട് വെയിലത്ത് പോയി നിന്നിട്ട് അവിടെ ഫുള്ള് ബ്ലാക്ക് കളറായിട്ടുള്ള ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കല്ല, ഞാൻ അറിയുന്ന ഒരാൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരും. ഇപ്പം നമുക്കറിയാത്ത ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തതിനുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ തേച്ചിട്ട് ഇപ്പോൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ വേഗം പോയിട്ട് വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ അത് നല്ല ഭയങ്കര പാടായിട്ട് വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ സൺ അലർജി ഉണ്ടാവാം. അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ഇതിനിങ്ങനെ ഏജൊന്നുമില്ല കേട്ടോ. സൺ അലർജി വരാൻ ഇന്ന ഏജിൽ മാത്രമേ വന്നുള്ളൂ, എന്ന ഏജിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും സൺ അലർജി വരാം. ഇപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് സൺ അലർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം ഇവിടെയും ഒരു റെഡ് കളറാവില്ല. അപ്പം നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും അയ്യോ ഇങ്ങനെ ചുവന്ന് തുടുത്ത്, അപ്പോൾ എല്ലാവരും അയ്യോ ആ കുട്ടീൻ്റെ മുഖം ചുവന്ന് തുടുത്ത്, അത് നമ്മളിങ്ങനെ പൊന്തിപ്പോവും. പക്ഷെ പൊന്തേണ്ട കാര്യമില്ല, കാരണം നല്ല വീട്ടിൻ്റെ പണി തരുന്ന സാധനമാണത്. അപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മളിപ്പം ഉത്സവത്തിനോ അല്ലെങ്കിൽ സ്പോർട്സ് ഡേ ആ ഒരു ടൈമിലൊക്കെ ഞാൻ അങ്ങനെ കുറേ സമയം നമ്മൾ വെയിലത്ത് നിൽക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ +2 അങ്ങനെ എത്തിയപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ചൊറിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ ഇങ്ങനെ ഒരു പുഴു കടിച്ച പോലെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യം പേടിച്ചു പോയിട്ടോ. അന്നേരം പിന്നെ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകും, കായും ഒക്കെ കഴുകും എന്നല്ലാണ്ട് അന്നേരം ഒന്നും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ ഇതാന്ന് തോന്നി, ഇത് അധികമായി വരാൻ തോന്നി. പിന്നെ എനിക്ക് ഈ 8 മണിക്കത്തെ 9 മണിക്ക് ആ ഒരു ടൈമിലുള്ള വെയിൽ കൂടെ എനിക്ക് കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം അപ്പം തന്നെ എനിക്ക് എന്തോ ഒരു ചൂടാവുന്ന പോലെ, എൻ്റെ ബോഡി വല്ലാണ്ട് ചൂടാവുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. അതും കഴിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ബസ്സിലൊക്കെ നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ചിട്ടിരിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ ആ ടൈമിൽ ഇവിടെ മാത്രം ആവാൻ തുടങ്ങി. പിന്നെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടും എനിക്ക് കൈയൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി നല്ല പണി എന്തോ ആണ് എന്നുള്ളത്. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഇത് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് നടക്കും. അപ്പം വെയിലത്തൊക്കെ പോകാൻ നല്ല തൊപ്പിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലൊരു സൺസ്ക്രീൻ ഇടുക. പിന്നെ നമ്മളിപ്പോൾ വെയിലത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ ഇട്ടിട്ട് പോവുക. എന്നിട്ട് വരുമല്ലോ, വന്നതിന് ശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, പോയി നന്നായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ സ്കിന്നിനിങ്ങനെ പൊന്നുപോലെ നോക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പം എനിക്ക് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ എത്ര സമയം വേണമെങ്കിലും എനിക്ക് വെയിലത്ത് നിൽക്കാൻ പറ്റും. അന്നേരം ഇങ്ങനെ ചെറിയൊരു റെഡ് ആവും എന്നല്ലാതെ വേറെ അങ്ങനത്തെ ചൊറിച്ചിലോ അങ്ങനെ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഉണ്ടല്ലോ,
അധികം തൈര് ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കിയിട്ട് വെക്കും. അപ്പം ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ആ തൈര് എടുത്തിട്ട് ഇങ്ങനെ മുഖത്തും കഴുത്തിന് കൈമിലൊക്കെ ആകുമ്പോൾ ഭയങ്കര എന്താ പറയുക, ആ കൂളിംഗ് ഉണ്ടല്ലോ നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ വരെ എത്തുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു വഴിയാണ് കേട്ടോ. ഈ തൈരിനെ കൊണ്ടുള്ള ഐസ് ക്യൂബ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് കേട്ടോ എനിക്ക് സ്കിൻ അലർജീനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ വളരെ കുറച്ചാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലായെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ അനുഭവമാണ് കേട്ടോ സ്കിൻ അലർജീനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് സൺസ്ക്രീനെ കുറിച്ച് പറയാം കേട്ടോ. സൺസ്ക്രീനെ കുറിച്ച് ഞാൻ പറയാൻ വിചാരിക്കുന്നു. ഞാനുണ്ടല്ലോ ഒരുപാട് പേര് എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്ന് അറിയാതെ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി സൺസ്ക്രീൻ വാങ്ങും, എന്നിട്ട് അത് തേക്കും, എന്നിട്ട് അത് ചെറിയൊരു ഗ്ലോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മളത് കല്യാണത്തിനെങ്ങാനും പോകാനും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് നേരെ പോയി വരുള്ളൂ. എന്നിട്ട് ഈ ടാനൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് വലിയ കല്യാണത്തിനോ വല്ല പാർട്ടിക്കും പോകും. ഞാൻ അങ്ങനെയാണ് ഒരുപാട് പേരെ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുണ്ടല്ലോ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് നല്ലൊരു ഫിസിക്കൽ സൺസ്ക്രീന് അങ്ങനെ വാങ്ങി ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ കെമിക്കലാകുമ്പോൾ എന്താ പറയുക, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളെ UVA റേസിനെ അബ്സോർബ് ചെയ്ത്, ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് നമുക്കത് അലർജി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കലാകുമ്പം നമുക്ക് എപ്പോഴും അതൊരു പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിൽക്കും. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സണ്ണ് വരികയാണെങ്കിൽ അതിനെ ഇങ്ങോട്ട് നമ്മളിങ്ങനെ കണ്ടില്ല റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പം പിന്നെ എന്താ, നല്ലൊരു 50 ആണ് ഇന്ത്യൻ സ്കിൻ ടോണിനാണെങ്കിൽ 50 ആണ് നമ്മൾ ഉപയോഗിക്കുക. SPF 50, 45, 50 ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങളെപ്പോഴും ഒരു 6 hours കഴിഞ്ഞാൽ അതിനെ അപ്ലൈ കൂടെ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ എന്താ, നമ്മുടെ 2 ഫിംഗറാണ് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് തേച്ച് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. സൺസ്ക്രീൻ എപ്പോഴും നന്നായിട്ട് നമുക്കൊരു കവറിങ് അല്ലേ, അപ്പോൾ അതിനെ നന്നായിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് പോലെ നല്ലോണം ഇട്ട് കൊടുക്കണം സൺസ്ക്രീൻ എപ്പോഴും. അതിന് ശേഷം മാത്രം ഒരു 20 മിനിറ്റിന് ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് സൺസ്ക്രീനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ കാണിച്ചു തരാം കേട്ടോ. സൺസ്ക്രീനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാതെ. പിന്നെ സ്കിൻ അലർജി എന്ന് വെച്ചാൽ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിങ്ങനെ ആർക്കെങ്കിലും ഇപ്പം റെഡ് കളറാവുക ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക. അത് സ്കിൻ അലർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഒരു നല്ല സൺസ്ക്രീൻ ഡോക്ടർ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ സ്കിന്നിനെ നന്നായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് എപ്പോഴും ഈ സ്കിന്നിൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ 2 യൂസ് ചെയ്തപ്പം നല്ല സൺസ്ക്രീനാണ് കേട്ടോ. SPF 55 ആണിത്. PA+++ ആണ്. മാറ്റ് ഫിനിഷ് ആണ്. സൺസ്ക്രീൻ ജെല്ലാണ്. അപ്പം ഈ ജെൽ ഓക്കെ, എപ്പോഴും ഡ്രൈ സ്കിന്നുകാർ ക്രീമി ടെക്സ്ചറുള്ള സൺസ്ക്രീനും, ഓയിലി സ്കിന്നുകാർ നല്ല ഒരു ജെൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പൊക്കെ, എന്ന് വെച്ചാൽ ഓയിൽ സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നും അല്ല ഒരു മാറ്റ് ഫിനിഷ് ജെൽ ആയിട്ടുള്ള സൺസ്ക്രീനും തിരഞ്ഞെടുക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ എല്ലാവരും. പിന്നെ നമ്മളിപ്പോൾ കയ്യിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ജെൽ ടൈപ്പും സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സൺസ്ക്രീനെ സെലക്ട് ചെയ്യുക. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് തേച്ചിട്ട് അത് പിന്നെ അവിടെ എൻ്റെ സ്കിന്നിൽ ബ്ലാക്ക് ആവുന്നു, എൻ്റെ സ്കിന്നിൽ അവിടെ കുരു വന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ക്രീമും, ഓയിൽ സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ ജെൽ ടൈപ്പ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സൺസ്ക്രീൻ കാണിച്ചു തരാം. ഇത് 3 ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ കേട്ടോ. ഇത് 3. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള
ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് ഇത്. SPF 55 PA+++, 12 hours ആക്ഷനാണ്, നോ കൊമഡോജനിക് ആണ്. പിന്നെ വാട്ടർ സീറ്റ് റെസിസ്റ്റൻസ് ആണ്, ബോർഡ് സ്പെക്ട്രം UVA UVB ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. പക്ഷെ എനിക്ക് എന്താ അറിയോ, ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കുരു വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടു. അപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് അപ്പം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പം ഇത് മാറ്റി. ഇത് ഞാൻ 2 യൂസ് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. 2 ഇതിന് അത്യാവശ്യം വിലയും ഉണ്ട്, 700 രൂപ എങ്ങാനുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എനിക്ക് ഇത് തന്നു, സൺ ബ്ലോക്ക് OC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നു. കാണുന്നുണ്ടോ? സൺ ബ്ലോക്ക് OC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നു. ഇത് ഗൈസ് ഇത് സൂപ്പറാണ് ഗൈസ്, സൂപ്പർ, അത്രയും സൂപ്പറാണ്. സൺ ബ്ലോക്ക് OC 45 ആണ്, SPF 45 ആണ്, PA+++ ആണ്. പിന്നെ എന്നാൽ ഓയിൽ കൺട്രോളാണ്, സൺസ്ക്രീൻ മാറ്റ് ജെല്ലാണ്. ഇത് അടിപൊളിയുണ്ടോ, നല്ല നമുക്കൊരു ഇത് ഇട്ടാൽ തന്നെ നമുക്കൊരു ഗ്ലോ ആവുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ പെട്ടെന്ന്. നമുക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ശരിക്കും ഇത് മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ പോവാം. ഇത് മാത്രം ഇട്ട് ഒരു പൗഡർ ഇട്ടിട്ട് പോയാൽ നമ്മളിങ്ങനെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സൺസ്ക്രീൻ കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ നല്ല പ്രൊട്ടക്ഷനാണ്. എന്താ പറയുക, എനിക്ക് ഇതിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, എൻ്റെ സ്കിന്നിന് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. അത്രയും നല്ല സൺസ്ക്രീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ. സൺ ബ്ലോക്ക് OC എന്നാട്ടോ എൻ്റെ പേര്. പിന്നെ എനിക്ക് കൈക്ക് കാലിനോ എല്ലാവരുടെയും ഈ ചൊറിച്ചിലും ഇങ്ങനെ പൊന്തി വരുന്നതിനെ കൊണ്ട് രണ്ടാമത് തന്നിട്ടുള്ളതാണ് സൺഹാലി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് 800 രൂപ 700 സംതിങ് ഉണ്ട് കേട്ടോ. ഇതിന് 494 രൂപയാണ് ഇതിൻ്റെ വില. ഇതെനിക്ക് കൈക്കോ കാലിന് ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഞാൻ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ 2ാമത്തെയാണ്. ഇതും സൂപ്പറാണ്. ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീനാണ്, SPF 50 ആണ്, PA+++, ബോർഡ് സ്പെക്ട്രാണ്, 8 hours വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ് പറയുന്നത്. സൂപ്പറാണ്. എന്താ പറയുക, ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് രണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെയാണ്, ഇതും എൻ്റെ 2ാമത്തെയാണ്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന 2 സൺസ്ക്രീനാണ്. ഇത് നല്ല അടിപൊളിയാണ് സൺസ്ക്രീനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ നമുക്ക് അഫോർഡബിൾ ആണ്. 494 ഇപ്പം 500 രൂപ ആയിട്ടുണ്ടാവും മിക്കവാറും. അപ്പം ഇത് പിന്നെ അഫോർഡബിൾ ആണ്, നമുക്ക് കുറച്ച് കാലം നിൽക്കുന്നുമുണ്ട് കേട്ടോ. അപ്പം ഗൈസ് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.